കുട്ടി ആ ഷെഡിന്റെ മുകളിലേക്ക് കയറിയത് തടി കൊണ്ടുള്ള ആ ഭിത്തി ഇടിച്ച് നിരപ്പാക്കിയിട്ട് ബുൾഡോസറൊക്കെ കൊണ്ടുവന്നിട്ട് ഈ കുട്ടി അതാണ്ട് ഇടിച്ച് നിരപ്പാക്കിയിട്ടാണ് ഇവൻ അവിടെ കയറിയത്. പിന്നെ ഷോക്കേറ്റ് മരിക്കണ്ടേ? അല്ലാതെ ഞങ്ങളെ KSEBയുടെ കുറ്റമാണോ? ഞങ്ങളെ KSEBയുടെ ആ ലൈൻ ഇങ്ങനെ 88 സെന്റിമീറ്റർ മാത്രം ഉയരത്തോടെ ഇങ്ങനെ കടന്നു പോകും. ഞങ്ങളെ മാനേജ്മെന്റ് എന്നൊക്കെ അറിയാം. പക്ഷെ ഈ കുട്ടി എന്തിനു മറ പൊളിച്ചു കയറി? അപ്പോൾ തെറ്റാർക്കാണ്? അപ്പൊ ഇനി സംഭവിക്കാൻ പോകുന്ന ഇതാണ്. വരും ദിവസങ്ങളിൽ നിങ്ങൾക്കറിയാം തേവലക്കര സ്കൂളിൽ സംഭവിച്ചതിന്റെ ഏറ്റവും പ്രധാന ഉത്തരവാദി ആരാണ്? മിഥുൻ എന്ന് പറയുന്ന കുട്ടി. കാരണം മിഥുൻ എന്ന് പറയുന്ന കുട്ടി മറ പൊളിച്ചിട്ടാണ് കയറിയത്. വല്ല കാര്യമുണ്ടോ? അപ്പോൾ ഇതിന്റെ പ്രധാന പ്രതി ഈ മിഥുനാണ്. അപ്പോഴും ഞാൻ ഇന്നത്തെ പത്രത്തിൽ കാണിച്ച പോലെ മിഥുന്റെ അച്ഛനും അമ്മയും പറയും ഞങ്ങൾ ആർക്കൊപ്പമാണ്? ഞങ്ങൾ പിണറായിക്കൊപ്പമാണ്, ഞങ്ങൾ ശിവൻകുട്ടിക്കൊപ്പമാണ്, ഞങ്ങൾ കൃഷ്ണൻകുട്ടിക്കൊപ്പമാണ്, ഞങ്ങളുടെ മകൻ മരിച്ചോട്ടെ, പക്ഷേ ഞങ്ങളുടെ പോക്കറ്റിൽ പിണറായി വിജയൻ ഇട്ടു തന്ന 25 ലക്ഷം രൂപയുണ്ട്, അല്ലെങ്കിൽ 30 ലക്ഷം രൂപയുണ്ട്, ഞങ്ങൾക്കത് മതി എന്ന് ആ പാവപ്പെട്ട, ഞാൻ വീണ്ടും പറയുന്നു, ആ പാവപ്പെട്ട അച്ഛനും അമ്മയും അങ്ങനെ പറയില്ല. അവരെ കൊണ്ട് പറയിപ്പിച്ചതാണ്. പറയിപ്പിച്ചതല്ലെങ്കിൽ പറഞ്ഞു എന്ന പേരിൽ കള്ളക്കഥ എഴുതി ഉണ്ടാക്കിയതാണ്. ഇതാണ് കൂട്ടരെ ദേശാഭിമാനി. പറയാൻ വിഷമമുണ്ട്. ഒരു മാധ്യമ പ്രവർത്തകൻ എന്ന നിലയിൽ നമ്മുടെ നാട്ടിൽ വാർത്തകൾ വളച്ചൊടിക്കാറുണ്ട്, വാർത്തകളിൽ തെറ്റുകൾ വരാറുണ്ട്. ഇതൊക്കെ നമ്മൾ സ്ഥിരം കാണാറും ഇതൊക്കെ വളരെ സ്വാഭാവികമായി നടന്നു പോകുന്ന കാര്യങ്ങളാണ്. പക്ഷേ പച്ച കള്ളം എഴുതുക, ആനക്കള്ളം എഴുതുക, മരിച്ചുപോയൊരു കുട്ടിയെ ഇങ്ങനെ പ്രതിയാക്കുക എന്നൊക്കെ പറഞ്ഞാൽ ഇതിന് പേര് ക്രൂരത എന്നൊന്നുമല്ല. ഇതൊക്കെ ഞാൻ പറഞ്ഞ പോലെ മറ്റോടത്തിൽ പന്നിപ്പടക്കം വെച്ച് പൊട്ടിക്കേണ്ട കേസാണ് കേട്ടോ.